ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു ചെറുതായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അതെ, ബീച്ചിൻ്റെ തൊട്ടടുത്താണ്, ക്ലിഫിലാണ് നമ്മൾ നിൽക്കുന്നത്. വർക്കലയിലാണ്. അതായത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയ, ബീച്ചിനോട് തൊട്ടടുത്ത് അങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനെ കാണുക. എപ്പോഴും പറയുന്ന പോലെ തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഹോം സ്റ്റേ കേട്ടോ. അപ്പോൾ ഇവിടെ പല റൂംസ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ തന്നെ 1 2 3 4 റൂംസ് കാണുന്നുണ്ട്. അതെന്തായാലും ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അപ്പോൾ അതെ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ അവർ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോപ്പും ടവലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AC ആണ് കേട്ടോ. ബീച്ച് തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ച. അതാ നമുക്ക് നേരെ ഇതൊരു സീ വ്യൂ റൂമാണ്. ഇപ്പുറത്തൊരു കഫേ ഉണ്ട് കേട്ടോ. മുമ്പ് ഇതില്ലായിരുന്നു. എന്നാലും നമുക്ക് അത്യാവശ്യം വ്യൂ ഉള്ള റൂം തന്നെ കിട്ടി. നേരെ ബീച്ച്, നേരെ കടൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോകാം കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഓക്കെ കൊള്ളാം. അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെ ഉണ്ട്. നമുക്ക് നേരെ ബീച്ച് വ്യൂ ആണ്. ഒരു കടലിൻ്റെ കാഴ്ചകൾ കാണാം. പിന്നെ ഇപ്പുറത്തൊരു അമ്പലമുണ്ട് കേട്ടോ. കൊള്ളാം. ഇത് നമ്മുടെ ആലിറക്കം ബീച്ചാണ്. അപ്പോൾ അതെ നമ്മൾ വൈകിട്ട് സമയം ഇപ്പോൾ ഒരു 6:45. നമ്മളിപ്പോഴും ബീച്ചിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് ആലിറക്കം ബീച്ച് ആണ് കേട്ടോ. ആലിറക്കം ബീച്ച്. അപ്പോൾ അതിൻ്റെ തൊട്ട് അടുത്താണ് നമ്മുടെ സ്റ്റേ. ഞാൻ കാണിച്ചു തരാം. ഇത് ആ മുകളിൽ കാണുന്നതാണ്. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റേ അടുത്തുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇരുട്ടുന്നവരെയും ബീച്ചിൽ തന്നെ ഇരിക്കാം. എപ്പോൾ വേണമെങ്കിലും ബീച്ചിൽ വരാം. ഇത് നല്ല സേഫാണെന്നാണ് നമ്മുടെ ഹോം സ്റ്റേയിലെ ചേച്ചി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെയും ധാരാളം ഫാമിലീസൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഭയങ്കര ക്രൗഡഡ് അല്ല കേട്ടോ. മറ്റേ നമ്മുടെ പാപനാശം ബീച്ച് ആ ഒരു സൈഡിൽ നമ്മൾ പോയിട്ടാണ് വന്നത്. അപ്പോൾ അവിടുത്തെ പോലെ അത്രയും ക്രൗഡഡ് ഒന്നുമല്ല. എന്നാൽ കുറച്ച് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട്. അവിടെ ആയിട്ട് കുറച്ച് പേര് കുളിക്കുന്നുണ്ട്. ക്ലിഫ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. എനിക്കൊന്ന് അതിൻ്റെ അപ്പുറത്താണ് ആ ലൈറ്റിട്ടിരിക്കുന്ന എലിക്സർ ക്ലിഫാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞ് ഇരുട്ടിയിട്ട് വേണം പോകാൻ. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള രാവിലെയുള്ള കാഴ്ച. കണ്ടോ, നല്ല ക്ലിയറായിട്ട് കടലിലാണ് നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. നമ്മുടെ ഹോം സ്റ്റേയുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നല്ല പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഇതാ നേരെ നോക്കുമ്പോൾ നമുക്ക് കടൽ കാണാം. അതെ, ആ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് ഇതല്ല, ആ വൈറ്റ് ബിൽഡിങ്ങാണ് നമ്മുടെ ഹോം സ്റ്റേ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലിഫിൻ്റെ മുകളിലേക്ക് വരാൻ പറ്റും കേട്ടോ. നമുക്ക് താഴെ തൊട്ടപ്പുറത്ത് തന്നെ ബീച്ചിലേക്ക് പോകാനും പറ്റും. ഇവിടെ തന്നെ നമുക്ക് ക്ലിഫിലേക്ക് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് നല്ല ഹൈറ്റിൽ കടലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. രാവിലെയൊക്കെ മീൻ പിടിക്കാനായിട്ട് ധാരാളം ബോട്ടുകൾ പോകുന്നുണ്ട്, വലുതും ചെറുതുമായിട്ടൊക്കെ കണ്ടോ. ഇപ്പോൾ സമയം രാവിലെ 7:30 ആവുന്നു. ഇതാ അവിടെ ആൾക്കാർ, ഇപ്പോൾ ബീച്ചിൽ ആൾക്കാരൊന്നും ഇല്ല, അങ്ങനെ വളരെ കുറവാണ്. അതുപോലെ തന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഈ പറയുന്നത് കുറച്ച് പേര് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ അവിടെ നിന്ന് മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ചെറിയ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് കണ്ടോ. അവിടെ എൻ്റെ പിന്നിൽ കാണുന്ന ആ ഒരു വൈറ്റ് ബിൽഡിംഗ് ഉണ്ടോ, അതാണ് നമ്മുടെ ഹോം സ്റ്റേ. അപ്പോൾ ബീച്ചിലേക്ക് നടന്നിറങ്ങാനായിട്ട് എനിക്കൊന്നൊരു 200 മീറ്റർ നടന്നാൽ തന്നെ നമുക്ക് ബീച്ചിലേക്ക് എത്തും. ഈ വഴി നല്ലൊരു റോഡുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ എത്തുന്നത് ബീച്ചിലേക്കാണ് കണ്ടോ. അപ്പോൾ അവിടെ അടിപൊളി കാഴ്ചകളാണ്. രാവിലെ ഇപ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. ഇന്നലെ ചൂടായിരുന്നു. ഈ ഒരു ടൈമിൽ ചൂട് തന്നെയാണ് വർക്കലയിൽ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, ബീച്ചിൽ വന്നിട്ട് തണുപ്പ് പ്രതീക്ഷിച്ച് വരേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ രാവിലെ നമുക്ക് നല്ലൊരു വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്ന ഒരു ക്ലൈമറ്റാണ്. എനിക്കൊന്നൊരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂട് തുടങ്ങും. ഇപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും
ബീച്ചിലേക്കൊക്കെ വരാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഹോം സ്റ്റേയിൽ ചേച്ചിയോട് ചോദിച്ചായിരുന്നു. അപ്പം രാത്രി ഇവിടെ വരുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇന്നലെ രാത്രി കുറേ നേരം വന്നിട്ട് ഇവിടെ ബീച്ചിൽ ഇരിപ്പുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് ഡിന്നർ കഴിച്ചത്. അപ്പോൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത് വരെ ഞങ്ങളൊരു 8 മണി വരെയെങ്കിലും നമ്മൾ ബീച്ചിലിരുന്നതാണ്. ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെറസിലേക്ക് പോകാനുള്ളൊരു വഴി കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കൊള്ളാമല്ലോ. ഇവിടെയും നമുക്ക് നല്ല ബീച്ച് വ്യൂ ഒക്കെ കിട്ടും. അടിപൊളി. കടലിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നും കിട്ടും കേട്ടോ. ഇതൊരു കഫേയാണ് കേട്ടോ, ഇപ്പുറത്തൊരു കഫേയാണ്. എന്തായാലും ഇവിടെ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. തൊട്ടപ്പുറത്ത് അമ്പലം. കൊള്ളാം. ഇവിടെ ആക്ച്വലി ഈ മാറ്റൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെ യോഗ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഒരു ഗസ്റ്റ് താമസിക്കുന്നുണ്ട്, UK നിന്ന് വന്നവർ. അപ്പോൾ അവർ ഇവിടെ യോഗ ഡെയിലി ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കാനായിട്ട് ഒരു യോഗ മാസ്റ്ററൊക്കെ വരും. അപ്പോൾ രാവിലെയും വൈകിട്ടും ഇപ്പം ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴും യോഗ മുകളിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്രീസ് ഹൗസ് ഹോം സ്റ്റേയുടെ റൂഫ് ടോപ്പിലാണ് നമ്മളിരിക്കുന്നത് കേട്ടോ. അവിടെ കടൽ കാണാം, നമ്മുടെ ആഴിയിറക്കം ബീച്ച്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഉണ്ടായ എക്സ്പീരിയൻസസ് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു. പോസിറ്റീവ് എക്സ്പീരിയൻസസ് തന്നെയാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ റേറ്റ് പറയാം. ഞങ്ങൾക്ക് ആയത് 2500 രൂപ പെർ നൈറ്റാണ് കേട്ടോ. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, ഞാനും മോനും വൈഫും. ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റാണ് 2500 രൂപ. പിന്നെ ഇവിടെ ഡിന്നറൊക്കെ അവൈലബിൾ ആണ്, ഫുഡ് അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്ത് തരും. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഡിന്നർ ഇവിടെ നിന്ന് കഴിച്ചില്ല, ഡിന്നർ പുറത്തുനിന്നാണ് കഴിച്ചത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഗൂഗിൾ റിവ്യൂസിലും ഞങ്ങൾ കണ്ടായിരുന്നു, എല്ലാവരും നല്ല ഫുഡിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഒരു പോസിറ്റീവ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബീച്ചിലേക്കുള്ള ആക്സസിബിലിറ്റിയാണ്. വളരെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് ബീച്ചിലൊക്കെ വേണമെങ്കിൽ പറയാം. വൈകുന്നേരങ്ങളാകുമ്പോൾ കുറച്ച് പേര് വരും. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബീച്ചിലേക്ക് പോകാം. സേഫാണ് കേട്ടോ. അവിടെ ഒരു ഭാഗത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും, ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു 6:30 തൊട്ട് ഒരു 8 മണി വരെ ബീച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. വെറുതെ അവിടെ പോയി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ. നമുക്ക് പെട്ടെന്ന് തന്നെ നടന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. ക്ലിഫിലേക്കൊക്കെ പോകണമെങ്കിൽ, വാൽക്കലയിൽ ആ പോപ്പുലറായിട്ടുള്ള ക്ലിഫിലേക്കൊക്കെ പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പാപനാശം ബീച്ച് നിങ്ങൾക്കറിയാം. ഇപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസും അതുപോലെ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകണമെങ്കിൽ വളരെ എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ കുറേ നാളായിട്ട് ഹിൽ സ്റ്റേഷൻസിലൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊന്നൊരു നല്ല ഒരു വർഷത്തിന് ശേഷമാണ് ഒരു ബീച്ച് സൈഡിൽ വന്നിങ്ങനെ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യുന്നത്. അത് തികച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ എപ്പോഴും ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ കിട്ടുന്ന ഒരു എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് ചോദിച്ചറിഞ്ഞ്, എല്ലാം നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ചോദിച്ചറിഞ്ഞ് നല്ല സർവീസാണ് ഇവിടെ മൊത്തത്തിൽ പറഞ്ഞാൽ. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പോസിറ്റീവ്സ്. ഇനി ഈ നെഗറ്റീവ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. ബഡ്ജറ്റിലാണെങ്കിലും നമുക്ക് കുറഞ്ഞ പൈസ കൊടുത്തതിൻ്റെ സർവീസ് മാത്രമേ നമുക്ക് കിട്ടിയല്ലോ എന്നുള്ള ഒരു വിഷമമൊന്നും നമുക്കുണ്ടാകത്തില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പോഷായിട്ടുള്ളൊരു ഹോം സ്റ്റേ അല്ലെങ്കിൽ ഒരു റിസോർട്ടിൻ്റെ എക്സ്പീരിയൻസ് നമുക്കൊരിക്കലും ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സർവീസും അല്ല ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഒരുപാട് യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനൊക്കെ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് ഫുഡും കഴിച്ച് ഉറങ്ങാൻ മാത്രമാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഹോം സ്റ്റേ ആണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരുത്തത്തിലുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബ്രീസ് ഹൗസ് ഹോം സ്റ്റേയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ധാരാളം യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.